ബി.ജെ.പി. സംസ്ഥാന സമിതി യോഗം ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയുടെ സാന്നിധ്യത്തിൽ ഇന്ന് കൊല്ലത്ത് ചേരും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നയങ്ങൾ അത് ചർച്ച ചെയ്യുക എന്നതാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ തുടങ്ങി മുതിർന്ന നേതാക്കൾ സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കും. ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ലിജോ, യോഗം ചേരുമ്പോൾ പ്രധാന നേതാക്കളൊക്കെ തന്നെ ഇവിടെയുണ്ട്, യോഗത്തിൽ പങ്കെടുക്കുകയാണ്. പ്രധാനമായി തെരഞ്ഞെടുപ്പ് തന്നെയല്ലേ ചർച്ചയാകാൻ പോകുന്നത്? ദിവ്യ സൈഫുദ്ദീൻ, ഈ ഒരു വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് കൊല്ലം ജില്ലയിൽ വെച്ച് ബി.ജെ.പിയുടെ സംസ്ഥാന സമിതി ചേരുന്നത് എന്നൊരു പ്രത്യേകത കൂടെയുണ്ട്. ജെ.പി. നദ്ദ തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം കൊല്ലത്ത് അമൃതപുരിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അമൃതാനന്ദമയിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കുന്നു. അതുകൊണ്ടാണ് കൊല്ലത്ത് വെച്ച് സംസ്ഥാന സമിതി നടക്കുന്നത്. സ്വകാര്യ ഹോട്ടലിൽ രാവിലെ തന്നെ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള യോഗങ്ങൾ ആരംഭിക്കും. ജില്ലാ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ചർച്ചകളാണ് രാവിലെ നടക്കുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് 3 മണിയോടുകൂടെയാണ് ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയുടെ ഉദ്ഘാടന പ്രസംഗത്തോടുകൂടെ സംസ്ഥാന സമിതി ആരംഭിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന വിഷയം ഇത് തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നയങ്ങളെക്കുറിച്ചുള്ള കാര്യം മിഷൻ കേരള എന്ന രീതിയിൽ വലിയൊരു പദ്ധതി തന്നെ CPM കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. കോർപ്പറേഷനുകൾ പ്രത്യേകം കേന്ദ്രീകരിച്ചുകൊണ്ട് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അപ്പോൾ അത്തരത്തിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏതുവരെ എത്തി എന്നുള്ളതാണ് പ്രധാനമായും വിലയിരുത്തപ്പെടുന്നത്. അവിടെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ പങ്കെടുക്കുകയും ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു വിലയിരുത്തൽ ഉണ്ടാവുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ ഈ സമീപ ദിവസങ്ങളിൽ ഒരു പ്രധാന വിഷയം ഉയർന്നുന്നത് എയിംസ് വിഷയമാണ്. എയിംസ് വിഷയത്തിൽ ബി.ജെ.പിക്കുള്ളിൽ തന്നെ പല അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. സുരേഷ് ഗോപി ഒരു അഭിപ്രായം പറഞ്ഞു, അതിനെതിരെ P.T. ഉഷ മന്ത്രിക്ക് കത്തയക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ ചർച്ച ചെയ്ത സമയത്ത് ഒരുപക്ഷെ ആ യോഗത്തിൽ ആ വിഷയം ഉന്നയിക്കപ്പെട്ടേക്കാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആത്മഹത്യ ചെയ്ത കൗൺസിലറുടെ വിഷയം കൂടെ ഉന്നയിച്ചേക്കാം എന്നുള്ള ഒരു കാര്യവും ചില നേതാക്കൾ പറയുന്നത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇനി 1.5 മാസം മാത്രം ബാക്കി നിൽക്കെ എവിടെ എത്തി നിൽക്കുന്നു ബി.ജെ.പിയുടെ പ്രവർത്തനങ്ങൾ എന്നതായിരിക്കും പ്രധാനമായും വിലയിരുത്തപ്പെടുക. എന്തായാലും എയിംസിലൊക്കെ ഒരു ഏക അഭിപ്രായം ബി.ജെ.പിക്കുള്ളിൽ ഇല്ല എന്നതൊക്കെ അവരെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. സുരേഷ് ഗോപി ഒരു കാര്യം പറയുന്നു, ആലപ്പുഴയിൽ വേണമെന്ന് പറയുന്നു. എന്നാൽ അതല്ല അഭിപ്രായമെന്ന് വി മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ പറയുന്നു. അപ്പോൾ ഈ വിവാദങ്ങളൊക്കെ ചർച്ചയാകുമെന്ന് നമുക്ക് കണ്ടു. തീർച്ചയായും എയിംസിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ തിരുമല അനിൽകുമാറിന്റെ അടക്കം ബി.ജെ.പി. പ്രതിരോധത്തിലായ നിരവധി വിഷയങ്ങളുണ്ട്. അക്കാര്യമൊക്കെ ചർച്ചയാകുമോ എന്ന് കണ്ടറിയും. എന്തായാലും ജെ.പി. നദ്ദ വരുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട